Hello my dear students, welcome to EduPod. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ. അപ്പോൾ എക്സാം ഒക്കെയാണ് സാർ. യൂണിറ്റ് 2 ചാപ്റ്റർ സമ്മറീസ് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. എന്ത് ചെയ്യും ഞങ്ങൾ? ഇനി എന്ത് ചെയ്യും മല്ലയ? Don't be panic because I'm here. Hey dear, don't fear because I'm here. അല്ലേ, തകർക്കണ്ടേ നമുക്കില്ലേ? അപ്പം ഇനി പേടിക്കേണ്ട. ചാപ്റ്റർ യൂണിറ്റ് 2 വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. 3 ചാപ്റ്റേഴ്സ് ആണ് അതിലുള്ളത്. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? ആൻഡൻ ഗാന്ധി കെയിം, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ജഡ് ദ ലെവലർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നത്. റെഡി അല്ലേ? So get ready my dear students, share to all your friends. This will be very effective class. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്ലാസ് മനസ്സിലായിരിക്കും. ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ പറയും, ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ സാറേ, ഇനി വേറൊരു ക്ലാസ് വേണ്ട കേട്ടോ സാറേ എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കട്ടോ ഞാൻ. സോ കം വിത്ത് യുവർ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. താങ്ക് യു. സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ആൻഡൻ ഗാന്ധി കെയിം. ഇറ്റ്സ് an extract from Nehru's The Discovery of India എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു എക്സ്ട്രാക്റ്റ് ആണ്. നോക്കൂ നിങ്ങൾ, യൂണിറ്റ് 2 ചാപ്റ്റർ 1 ചാപ്റ്ററിന്റെ പേരെന്താണ്? ആൻഡൻ ഗാന്ധി കെയിം. അതേടാ, ഗാന്ധിജി വന്നപ്പോൾ, എന്തിലേക്ക് വന്നപ്പോൾ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന്, ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുന്നുള്ള അവസ്ഥ അല്ലേ, ദെൻ ഗാന്ധി വന്നതിൻ്റെ ശേഷമുള്ള അവസ്ഥ, ഗാന്ധിൻ്റെ സ്വപ്നം എന്തായിരുന്നു എന്നുള്ള 3 പോർഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. സോ കണ്ടീഷൻ ഓഫ് ഇന്ത്യൻസ് ബിഫോർ ഗാന്ധി, ഗാന്ധി വരുന്നതിന് മുന്നേ ഇന്ത്യക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? ഹിയർ വി ഗോ. അതാണ് നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ. നോക്കിക്കോളും, പുസ്തകം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് മെത്തേഡ് കീപ്പ് ചെയ്യുന്ന കേട്ടോ. Nehru writes about the timely arrival of Gandhi to Indian politics. ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ഗാന്ധിജിയുടെ ടൈമിലി അറൈവലിനെ കുറിച്ചാണ് നെഹ്റു പറയുന്നത് കേട്ടോ. He describes the troubles and difficulties India had to suffer during the Second World War. Second World Warന്റെ സമയത്ത് ഇന്ത്യയിലുള്ള ആളുകൾ സഹിച്ചുകൊണ്ടിരുന്ന, അല്ലെ, they had to suffer, അവർ സഹിച്ചുകൊണ്ടേയിരുന്നിരുന്നു. എന്തെന്ന് അറിയോ? ട്രബിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്, ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെ, അതിനെ കുറിച്ചാണ് അദ്ദേഹം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പ്രോബ്ലം ഓഫ് പീപ്പിൾ വേർ പോവർട്ടി, അല്ലെ, ഈ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? 1 പോവർട്ടി, 2 അൺഎംപ്ലോയ്മെന്റ്, 3 സ്റ്റാവേഷൻ, അല്ലെ, പട്ടിണി, ദാരിദ്ര്യം, അതുപോലെ തന്നെ ജോലിയില്ലായ്മയൊക്കെ ആയിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. ദേ വർ ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ്. അപ്പം നമുക്ക് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻസ് ബിഫോർ ഗാന്ധി എന്ന് പറയുന്നിടത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് കേട്ടോ, ദ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ വർ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാവേഷൻ, അല്ലെ, ഈ 3 and etc. മാത്രമല്ല, they were helpless and hopeless. അവർ എന്താണ്? നിസ്സഹായരും അതുപോലെ തന്നെ എന്താ പറയുക, ഹോപ്പ് ഇല്ലാത്ത, പ്രതീക്ഷ ഇല്ലാത്ത ആളുകളായിരുന്നു ആര്? പിന്നെ ഇന്ത്യക്കാരുടെ അവസ്ഥ കേട്ടോ. അവരങ്ങനത്തെ ആളുകളായിരുന്നു. ഇനി മെയിൻ പ്രോബ്ലത്തിനെ കുറിച്ച് പറയാണ്, ഇന്ത്യൻസ് അണ്ടർ ബ്രിട്ടീഷ് റോൾ. ബ്രിട്ടീഷുകാരുടെ അടിയിൽ ഇന്ത്യക്കാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയോ? ഫിയർ, പേടിയായിരുന്നു. വാട്ട് യു മീൻ ബൈ ഫിയർ? ഫിയർ മീൻസ് ഫിയർ ഓഫ് എവറിഥിങ്. എല്ലാത്തിനോടും പേടി. സ്പെഷ്യലി ഫിയർ ഓഫ് ആർമി. ശ്രദ്ധിച്ചു കേട്ടോട്ടാ. പട്ടാളത്തിനെ പേടി, ഫിയർ ഓഫ് പോലീസിനെ പേടി, ഫിയർ ഓഫ് ലോ, നിയമത്തെ പേടി. ആൻഡ് ലാൻഡ് ലോഡ്, നമ്മൾ 10ാം ക്ലാസ്സിൽ ലാൻഡ് ലേഡി പഠിച്ചില്ലായിരുന്നോ? അല്ലെ, ജന്മി എന്ന് പറഞ്ഞല്ലേ, ഭൂടമസ്ഥൻ, അല്ലെ, അപ്പോൾ ജന്മിമാരെന്തായിരുന്നു പേടി. അപ്പൊ എന്തിനൊക്കെയായിരുന്നു പേടി? ഒന്ന് ഫിയർ ഓഫ് പോലീസ്, ഫിയർ ഓഫ് ആർമി, ദെൻ പറയടാ ഫിയർ ഓഫ് ലോ, ദെൻ ഫിയർ ഓഫ് ലാൻഡ് ലോഡ്, അല്ലേ. എന്തായിരുന്നു അവരുടെ കണ്ടീഷൻ? എന്തായിരുന്നു പറ? ദേ വർ ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ്. മാത്രമല്ല അവരുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? ഫിയർ ആയിരുന്നു, അല്ലേ. മാത്രമല്ല ദേ വർ അണ്ടർ ബ്രിട്ടീഷ് റോളിൽ എങ്ങനെ പറഞ്ഞിരുന്നത്? പോവർട്ടി ഉണ്ടായിരുന്നു അവർക്കില്ലേ. ദ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ വർ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ. മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു. കണ്ടീഷൻ ഓഫ് ഇന്ത്യൻസ് ബിഫോർ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി നോക്കിക്കോളൂ, അറൈവൽ ഓഫ് ഗാന്ധി. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് അറിയോ? ഗാന്ധിജിയുടെ വരവ്. ഗാന്ധിയുടെ വരവ് എങ്ങനെയായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ടൈം ഗാന്ധി കെയിം ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ആ സമയത്താണ് ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. ഒരു ഫ്രഷ് എയറിന്റെ ഒരു പവർഫുൾ കറണ്ട് ആയിരുന്നു ആര്? ഗാന്ധി. അതുപോലെ ആയിരുന്നു കേട്ടോ. അത്രയും സംഭവമായിട്ടാണ് ഗാന്ധി വന്നത് കേട്ടോ.
വേറെ ലെവലായിരുന്നു. നോക്കിക്കോളൂ, ഇറ്റ് റിമൂവ്ഡ് ദ ഡാർക്ക്നെസ്. എല്ലാ അന്ധകാരത്തെ എന്ത് ചെയ്തു? ഗാന്ധി വന്നപ്പോ ഇരുട്ടില്ലാണ്ടായെന്ന് പറയുമ്പോ ഗാന്ധി ഫുൾ ടോർച്ച് ആയിട്ട് വന്നു എന്ന് അതിനർത്ഥമില്ല. ഗാന്ധി എങ്ങനെ വന്നു എന്നാ പറയുന്നത് സാർ? എങ്ങനെ വരുന്നത് പറ? എല്ലാ അന്ധതയും എന്ത് ചെയ്തു? ഇല്ലേ, ഇല്ലാണ്ടാക്കി കഴിഞ്ഞു. ഹി എൻകറേജ്ഡ് ദം ടു ആക്ട് വിത്ത് കറേജ്. ജനങ്ങളോട് പറഞ്ഞു, എന്തിനാണ് പേടിച്ചിരിക്കുന്നത്? ടു ആക്ട്, നിങ്ങൾ പ്രവർത്തിക്കൂ വിത്ത് കറേജ്, ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കടാ. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഗാന്ധിജി വന്നിട്ട് കട്ടക്ക് ഡയലോഗ് കേട്ടോ, ശ്രദ്ധിക്കുക. ഗാന്ധി വാസ് ആൻ ഓർഡിനറി മാൻ. ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഹി വാസ് ആൻ ഓർഡിനറി മാൻ. സാധാരണ മനുഷ്യനായിരുന്നു ഗാന്ധി, സാധാരണ മനുഷ്യൻ. He was not a superman. അദ്ദേഹം ഒരു സൂപ്പർമാൻ ആയിരുന്നില്ല. To do the miracle all on a sudden, പെട്ടെന്ന് അത്ഭുതങ്ങൾ ഉണ്ടാക്കുക, മിന്നൽ മുരളിയാട്ടോ, അതേപോലെ ഒരു അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളായിരുന്നില്ല ആര്? നമ്മുടെ ഗാന്ധി. He was an ordinary man. മാത്രമല്ല, but he advised people, ജനങ്ങളെ ഉപദേശിച്ചു to stop their exploitation. See, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാരോ? ചൂഷണം ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണടാ മക്കളെ. നിങ്ങൾ എന്തിനിങ്ങനെ പേടിച്ചിരിക്കുന്നത്? കം ഫ്രോ, നിങ്ങൾ മുന്നോട്ട് പോവാ. എന്നിട്ട് എന്താവണം പറ? കം ദം ടു ആക്ട് വിത്ത് കറേജ്. അല്ലേ, ആക്ട് വിത്ത് കറേജ്, നിങ്ങൾ ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹി വാണ്ടഡ് ടു അവോയ്ഡ് പോവേർട്ടി. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ചു. മിസറി, കഷ്ടപ്പാട്, ഫ്രം ദ ലൈവ്സ് ഓഫ് ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പാടും അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി മൂപ്പർ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. ഹിസ് ടീച്ചിങ് ഇൻസ്റ്റിൽഡ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിന്റെ ടീച്ചിങ് എന്തായിരുന്നു അറിയോ? അത് കാണിച്ചത് എന്താന്ന് വെച്ചാൽ ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നിർഭയത്വം. നിങ്ങൾ എന്തിന് പേടിക്കണം? ട്രൂത്ത് അല്ലേ, നിങ്ങൾ എന്തിന് പേടിക്കണം? നിങ്ങൾ സത്യം പറയണം. നിങ്ങളുള്ളത് സത്യത്തിന്റെ പാതയിലാണ്. നിങ്ങൾ സത്യം പറഞ്ഞേ മതിയാവൂ. ഒരു നാൾ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. മിസ്റ്റർ ഇന്ത്യച്ചൂടനോ ഏതൊരു ഡയലോഗ് പറയണില്ലേ? ലൈക്ക് ദാറ്റോ, സത്യം പറയണടാ. സി, എല്ലാവരോടും പറയാട്ടോ. കള്ളം എന്തിന് പറയുന്നു മക്കളെ? നിങ്ങൾ കള്ളം ചെയ്താൽ മാത്രമേ നിങ്ങൾ പേടിക്കേണ്ടതുള്ളൂ. കള്ളം അല്ലേ, നിങ്ങൾ പേടിച്ചാൽ മാത്രമേ കള്ളം ഒരു തെറ്റുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുള്ളൂ? പറ, കള്ളം പറയേണ്ടി വരുള്ളൂ. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ എന്തിന് കള്ളം പറയണം? നോക്കൂ, നിങ്ങള് He himself showed an example of abhaya. അല്ലേ, നിർഭയത്വത്തിന് ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഒരു പേടില്ലായിരുന്നു. ലുക്ക് നോക്കണ്ട, ഗാന്ധിന്റെ പവർഫുൾ മാൻ ആയിരുന്നു കേട്ടോ. ശ്രദ്ധിക്കുക, നോക്കൂ. ലൈക്ക് മീ, which means absence of fear. അദ്ദേഹത്തിന് പേടില്ലായിരുന്നു. ആബ്സെൻസ് അല്ലേ, ക്ലാസ്സിൽ ആബ്സെന്റ് ആവുക, ഇല്ലാണ്ടാവുക, ഫിയർ, പേടില്ലാണ്ടായിരുന്നു. ഗാന്ധി റൈസ്ഡ് ദ സ്ട്രോങ് വോയിസ് അഗൈൻസ്റ്റ് ഓൾ ഈവിൾസ്. ഗാന്ധി തന്റെ സ്ട്രോങ് വോയിസ് എന്ത് ചെയ്തു? ഉയർത്തി. എന്തിനെതിരെ? അഗൈൻസ്റ്റ് ഓൾ ദിസ് ഈവിൾസ്. അന്നേരം മറ്റേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറെ വേണ്ടാത്ത കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ശബ്ദം ഉയർത്തി. നെഹ്റു says that the truth is the close companion of fearlessness. നെഹ്റു പറയുന്നുണ്ട്, സത്യം എന്ന് പറയുന്നത് എന്തിന്റെ കമ്പാനിയനാണ്? ഫിയർലെസ്നെസ് അല്ലേ, പേടില്ലായ്മയുടെ ഒരു അല്ലേ. പേടില്ലെങ്കിൽ പിന്നെന്താ സത്യം പറയാന് അല്ലേ? അതിന്റെ ട്രൂത്ത് ഈസ് ദ ക്ലോസ് കമ്പാനിയൻ ഓഫ് ഫിയർലെസ്നെസ് ആട്ടോ. അടുത്തത്, ഗാന്ധി taught them the essential nature of truth. സത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലേ, അതിനെക്കുറിച്ച് എന്ത് ചെയ്തു? ഗാന്ധിജി ജനങ്ങളെ പഠിപ്പിച്ചു, ഉത്ബുദ്ധരാക്കി എന്നൊക്കെ പറയാൻ പറ്റിട്ടോ. ദോ ഹി കുഡ് നോട്ട് മേക്ക് എ ടോട്ടൽ ചേഞ്ച്. എന്നാലും മൂപ്പർക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയെന്നല്ല. എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് വാസ് വിസിബിൾ എമംഗ് പീപ്പിൾ. ജനങ്ങളുടെ ഇടയിൽ ഗാന്ധിജിന് വന്നിക്കാണ്ട് ഇങ്ങനെയൊക്കെ സത്യം പറയണം, നിങ്ങൾ എന്തിനു പേടിക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു? ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങാൻ തുടങ്ങി. വിസിബിൾ ആയിരുന്നു. There was a psychological reaction from people. ജനങ്ങളുടെ അടുത്ത് ഒരു സൈക്കോളജിക്കൽ റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സൈക്കോ അല്ലെ, താത്വികമായിട്ടുള്ള അവലോകനം, ഒരു വലിയ വലിയ മാറ്റങ്ങൾ ജനങ്ങളുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. They raised their voice against the British ഹ്യൂമിലിയേഷൻ. അവര് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നീച കർമ്മത്തിനെതിരെ എന്ത് ചെയ്തു? ജനങ്ങൾ ശബ്ദം ഉയർത്താൻ തുടങ്ങി. ഗാന്ധി stood as a symbol of uncompromising truth. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യപ്പെടാത്ത അല്ലെ, അതിന് കോംപ്രമൈസ് നടത്തുന്ന പരിഹാരമില്ലാത്ത, അങ്ങനെയൊക്കെ പറയില്ലേ, കോംപ്രമൈസ് ഇല്ലാത്ത അൺകോംപ്രമൈസിങ് ട്രൂത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ആര് നിന്നു? ഗാന്ധിജി നിന്നു. ഹി stood as a symbol of അൺകോംപ്രമൈസിങ് ട്രൂത്ത് ആയിട്ടാണ് ആര് നിന്നത്? നമ്മുടെ ഗാന്ധി. മുന്നിൽ ഗാന്ധിയാണ് നിന്നടാ. നിങ്ങൾ എന്തിനാണ് പേടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു വടിയും പിടിച്ച് ഗാന്ധിജി താച്ചു കൊല്ലട. ആ ലെവലിലാണ് ആര് നിൽക്കേണ്ടത്? ഗാന്ധി ട്ടോ. സി, നോക്കിക്കോളൂ, അദ്ദേഹത്തിന്റെ ആക്ഷൻ. രണ്ട് കാര്യങ്ങളാണ് മൂപ്പര് പറഞ്ഞത്. ചോദ്യം കേട്ടോളൂ. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. രണ്ട് ആക്ഷൻ നിങ്ങൾ എല്ലാ മക്കളും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ടു ഫോൾഡ് ആക്ഷനെ കുറിച്ച് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കും മക്കളെ. ഇത് ചോദിച്ചിരിക്കും. ഹിയർ വി ഗോ. നോക്കൂ, നിങ്ങൾ ടു ഫോൾഡ് ആക്ഷൻ. ഒന്ന്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണം.
ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. എന്തിനാണത്? ഇറ്റ് വാസ് ടു ഗെറ്റ് ഫ്രീഡം. സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വെറുതെ എങ്ങനെ നിന്നാ മതിയാ? പോരല്ലോ. ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റോൾ അല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ് അല്ലേ? സോഷ്യൽ ഈവിൾസ്, സാമൂഹിക തിന്മകളുണ്ട്, വേണ്ടാത്ത കുറെ സമൂഹത്തിലുള്ള വൃത്തികെട്ട ആചാരങ്ങളുണ്ട്, ഒഴിവാക്കണടാ നിങ്ങൾ, അതിനെതിരെ ഫൈറ്റ് ചെയ്യണം. എന്തൊക്കെയാണത്? ഇറ്റ് വാസ് ഫോർ നാഷണൽ യൂണിറ്റി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? എല്ലാവരും ഇങ്ങനെ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾ മനസ്സിലാവട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് മൈനോറിറ്റി പ്രോബ്ലംസ് അല്ലേ? ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലേ? മൈനോറിറ്റി കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ക്ലാസ് പ്രോബ്ലംസ്, ജാതി പ്രശ്നങ്ങൾ, പിന്നെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ഇതൊക്കെ നാട്ടിലിങ്ങനെ നിൽക്കുക. പിന്നെ എങ്ങനെയാണ് മനുഷ്യന്മാരുടെ ഒരു യൂണിറ്റ് ഉണ്ടാവല്? അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സോഷ്യൽ ഈവിളിനായിട്ട് ഫൈറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പറ, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണം. 4 ആൾക്കാർ പോയി കണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഇത് ഇവനെ കണ്ട സുക്കൂറിനെ കണ്ട ജബ്ബാറിനെ തൊടാൻ പറ്റൂല, ജബ്ബാറിനെ കണ്ട അനീസിനെ തൊടാൻ പറ്റൂല, അനീസിനെ കണ്ട കൃഷ്ണനെ തൊടാൻ പറ്റൂല അല്ലേ? അങ്ങനെ കുറെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും തൊടാൻ പറ്റാത്തൊരവസ്ഥ അതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല. യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ടിനെതിരെ 2 ഫോൾഡ് ആക്ഷൻ എന്തായിരുന്നു? പറ, ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, പിന്നെന്താണ്? ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ് കേട്ടോ, മറക്കണ്ട. എന്തിനാണ് നമ്മൾ ബ്രിട്ടീഷിനെതിരെ യുദ്ധം ചെയ്യുന്നത്? ഇറ്റ് വാസ് ടു ഗെറ്റ് ദ ഫ്രീഡം. മറ്റേന്തിനാണ്? പറ, ഇറ്റ് വാസ് ഫോർ നാഷണൽ യൂണിറ്റി കേട്ടോ, രാജ്യത്തിന്റെ യൂണിറ്റിക്കെതിരെ കേട്ടോ, യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി ചോദിക്കുന്നത് ഗാന്ധിസ് ഡ്രീം അബൌട്ട് ഇന്ത്യ. ചോദിച്ച ചോദ്യം കേട്ടോ, പലതവണ ചോദിച്ചതാണ്, മേപ്പട്ടേക്ക് നോക്കരുത്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഗാന്ധിന്റെ സ്വപ്നം എന്തായിരുന്നു എന്ന്? ഹി വാസ് മോൾഡിങ് എ ന്യൂ ഇന്ത്യ ബേസ്ഡ് ഓൺ ഹിസ് വിഷസ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഇന്ത്യൻ ഇങ്ങനെ മോൾഡ് ചെയ്യായിരുന്നു. ഇൻ ഹിസ് ഡ്രീം അബൌട്ട് ഇന്ത്യ ഓൾ പീപ്പിൾ ആർ സെയിം. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഇന്ത്യയിലുള്ള എല്ലാവരും ഒന്നാണ് അല്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയുടെ ജനങ്ങളാണ്. ആ ഒരു അർത്ഥം കേട്ടോ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയല്ലേ? There is no difference between rich and poor. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉള്ളൊരു വ്യത്യാസമല്ല. There is no difference between high class and low class. ഉയർന്ന ജാതി താഴ്ന്ന ജാതി അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നുമില്ലടാ. നമ്മൾ ഇന്ത്യക്കാരടാ. See, there is no difference between men and women. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്. No, we are Indians. നമ്മൾ ഇന്ത്യക്കാരാണ്. He was against drinks and drugs അല്ലേ? കള്ള് കുടിക്കരുത് നിങ്ങൾ, ഡ്രഗ്സ് അടിക്കരുത് നിങ്ങൾ അല്ലേ? ആര്? ഗാന്ധി പറയാണ് നമ്മളോട്. See, in his dream India there are no drinks and drugs. അദ്ദേഹത്തിന്റെ സ്വപ്ന ഇന്ത്യയിൽ എന്തില്ലായിരുന്നു? കള്ളും കഞ്ചാവും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളവിടെ നാട്ടിലുള്ള ഇന്ത്യ ഇപ്പം അതാണോ? ഗാന്ധിന്റെ നേരെ അഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്ത്യ ആണല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കും, ഈ ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ ആണോ നിലവിലെ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരം എന്തേക്കാരം? ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബട്ട് സംതിങ് ഹാപ്പൻസ് അല്ലേ? ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. ലൈക്ക് ഡ്രിങ്ക്സ് ഈസ് വെരി 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 അല്ലേ? ഇങ്ങനെയൊക്കെ അവൈലബിൾ ആണോ? അങ്ങനെയൊക്കെ അവൈലബിൾ ആണ് അല്ലേ? മാത്രമല്ല ഡ്രഗ്സ് കൊണ്ട് വേറെ ലെവലാണ് നമ്മുടെ നാട്ടിലൊക്കെ. ബട്ട് ഗാന്ധിന്റെ സ്വപ്നം അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ശ്രദ്ധിക്കുക. ഏതായാലും നാട്ടിൽ നമ്മൾ ഈ ഡ്രിങ്ക്സും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതിന് എന്തിനാണെന്നറിയോ? ഇതിന്നൊക്കെ മാറി നിൽക്കാനാണ്. അപ്പോഴേ നമ്മൾ നല്ല മനുഷ്യന്മാരാവുള്ളൂ. കള്ളും കുടിച്ച് കഞ്ചാവ് പിടിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ചുറ്റുമുള്ള കാലത്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ ഉണ്ടാവില്ലേ? അതായി മാറും. നമ്മളൊക്കെ ഇതിൻ്റെ പാർട്ടായി മാറണം കേട്ടോ. ശ്രദ്ധിക്കുക. മാത്രമല്ല there is no untouchability in his dream India. അദ്ദേഹത്തിന്റെ സ്വപ്ന ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ ഇല്ല. അങ്ങനത്തെ ഒരു സംഗതി ഇല്ലടാ. മനുഷ്യന്മാരല്ലേ, നമ്മൾ ഇന്ത്യക്കാരല്ലേ? എങ്ങനെ അൺടച്ചബിലിറ്റി ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? ഹി അക്സെപ്റ്റഡ് ഓൾ റിലീജിയൻസ് ആസ് ഇൻ ഇന്ത്യൻ കൾച്ചർ. എല്ലാ മതത്തെയും ഇന്ത്യൻ്റെ ഒരു കൾച്ചറായിട്ടാണ് മൂപ്പർ എന്ത് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തത് കേട്ടോ. ഇന്ത്യൻ കൾച്ചർ ഈസ് മിക്സ്ചർ ഓഫ് ഓൾ റിലീജിയൻസ്. ഇന്ത്യൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മതത്തിൻ്റെയും മിക്സ്ചർ, എല്ലാ മതങ്ങളും കൂടിക്കലർന്നതാണ് എന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യ എന്ന് പറഞ്ഞ വെച്ചാൽ ആരുതാണ്? മുസ്ലിംസ് കൺട്രി എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഓരോരുത്തരും ഓരോ രാജ്യത്തിനും ഓരോ കൺട്രി എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇന്ത്യ എങ്ങനെ ആയിരിക്കണം? എല്ലാ മതങ്ങളുടെയും ഒരു മിക്സ്ചർ ആവണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്രീം ഉള്ളത് കേട്ടോ. സോ വീണ്ടും നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കയറുകയാണ്. അത് ഓക്കെയാണ് അല്ലേ? ഇതിൽ നമ്മൾ ചോദിക്കൽ എന്താ സാറേ? ഇതിൽ നമുക്ക് സ്പീച്ച് ചോദിക്കും കേട്ടോ. സ്പീച്ച് ഇതിന്ന് ചോദിക്കും. മാത്രമല്ല പിന്നെന്താണ്, ഇതിന്ന് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആരെ കുറിച്ചുള്ള പാരഗ്രാഫാണ്? മറ്റേ ഗാന്ധിയുടെ ഡ്രീമിനെ കുറിച്ചുള്ള പാരഗ്രാഫ് ഉണ്ടാവില്ല, അതിനെ കുറിച്ച് ചോദിക്കും. എങ്ങനെയാണ് ഗാന്ധിയുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് അദ്ദേഹത്തിന്റെ അറൈവലിനെ കുറിച്ച് ചോദിക്കും. അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് പീപ്പിൾ ബിഫോർ ദ അറൈവൽ ഓഫ് ഗാന്ധി ചോദിക്കും. അങ്ങനെ സ്പീച്ച് ചോദിക്കാം, പാരഗ്രാഫ് ചോദിക്കാം. പിന്നെ ഒരു പക്ഷേ ഒരു കോമൺ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അദ്ദേഹത്തിന്റെ ഡ്രീം പോലെയാണോ നിലവിൽ ഇന്ത്യയുള്ള? അങ്ങനെ കോമൺ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പി കെ മുഖപത്യായി എന്ന് പറയുന്ന ആളുടെ കേട്ടോ. അങ്ങനത്തെ ഒരു പാട്ടില്ലേ മുഖപത്യായി കേട്ടോ. അയാളുടെ പേര് ഭയങ്കര രസം കേട്ടോ. മുഖോപാധ്യായ എന്ന് പറയുന്ന ആളാട്ടോ. യൂണിറ്റ് 2 ചാപ്റ്റർ 2 ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പൂവിന്റെ വില അല്ലെ പൂക്കളുടെ വില.
പൂക്കൾക്ക് ഇപ്പൊ അതിനകത്രം വില ഉണ്ടോ? ഓണക്കാകുമ്പോ ഇച്ചിരി വില കൂടും, ആ ഒരു കോൺസെപ്റ്റ് അല്ല. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ചില പൂവിന് ഭയങ്കര വാല്യൂ ആണ്. ശരിക്ക് നമ്മൾ പൂവ് എന്ന് പറയുന്ന സിമ്പിൾ ഓഫ് ലവ് ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പല ആളുകൾ കൊടുക്കുമ്പോഴാണ് ശരിക്കും എന്താകുന്നത്, ആ പൂവ് ലൈവ് ആകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൂവിടുന്നുണ്ട്. എന്ത് സ്നേഹം അറിയിക്കാനുള്ളതാണ്. അപ്പൊ സ്നേഹം അറിയിക്കാനുള്ള ഒരു സാധനമാണെന്ത്, ഫ്ലവർ എന്ന് പറയുന്നത്. സോ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് അല്ലേ. അപ്പൊ ചാപ്റ്ററിലേക്ക് കയറാം നമുക്ക്. പി കെ മുഖോപ്പത്തി പറയുന്ന ഒരു സ്റ്റോറിയാണിത്, ഭയങ്കര രസമുള്ള ഒരു സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഞാൻ ഷോർട്ട് സമ്മറി കേട്ടോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഇത്രയേ ഉള്ളൂ, ഓവർ വാരി വലിച്ചു പഠിച്ച് നിങ്ങൾ എടുങ്ങാറാവണ്ട കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക, ശ്രദ്ധിക്കുക, നോക്കിക്കോളൂ നിങ്ങൾ. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ. ലണ്ടനിലാണ് നടക്കുന്നത് കഥ. ഇറ്റ് ബിഗിൻസ് അറ്റ് 1 o'clock, ഉച്ചന്റെ ശേഷമാണ് നടക്കുന്നത് കേട്ടോ. ദ നെറേറ്റർ മിസ്റ്റർ ഗുപ്ത. ഇത് പറയുന്നത് ആരാന്ന് വെച്ചാൽ, ഈ സ്റ്റോറി പറയുന്നത് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നതിൽ മെയിൻ ക്യാരക്ടർ അദ്ദേഹം പറയുന്നത് കേട്ടോ. ഈ മിസ്റ്റർ ഗുപ്തക്ക് ഫീൽസ് ഹംഗ്രി, അദ്ദേഹത്തിന് ഭയങ്കര വിശപ്പ് തോന്നി. ഈ ഗോസ് ടു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ അദ്ദേഹം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം, ഒരു ഹോട്ടലിലേക്ക് പോവാണ്. ഹി മീറ്റ്സ് എ പോർ ഇംഗ്ലീഷ് ഗേൾ നെയ്മഡ് മാഗി എന്ന് പേരുള്ള ഒരു പെൺകുട്ടിനെ എന്ത് ചെയ്യാണ്, അവിടെ വെച്ചിട്ട് മിസ്റ്റർ ഗുപ്ത കാണാണ് ഫ്രം ദ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഷി ഹാഡ് ബീൻ വാച്ചിങ് ഹിം, അല്ലേ, അവളിങ്ങനെ ഈ നമ്മുടെ ഗുപ്തനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷി വാസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ആൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ഹെർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. അവൾക്ക് ഇന്ത്യനെ കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യനെ കുറിച്ചുള്ള അവളുടെ ഡൗട്ടൊക്കെ എന്ത് ചെയ്യണം, ഒരു ഇന്ത്യക്കാരനോട് ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്ന ഈ നമ്മളെ ഗുപ്തൻ എന്ത് ചെയ്യണം, ഇവളിങ്ങനെ നോക്കിയാണ് അയാൾ ഒരു ഇന്ത്യക്കാരനാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിട്ടോ. The girl ചിന്തിച്ചു that India was a dangerous country. ഇന്ത്യ ഒരു ഡേഞ്ചറസ് കൺട്രി എന്നുള്ള വിചാരം കേട്ടോ. ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്ക് ആൻഡ് ഫീവേഴ്സ്. അപ്പോൾ അവളുടെ അഭിപ്രായം ചോദിക്കും. വാട്ട് വാസ് ദ ഒപ്പീനിയൻ, അല്ലെങ്കിൽ വാട്ട് വാസ് ദി thought of മാഗി അബൌട്ട് ഇന്ത്യ, അല്ലെ. ഈ മാഗിന്റെ ഇന്ത്യനെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ ചിന്തകൾ എന്തായിരുന്നു എന്നുള്ള പറയുന്നൊരു ചോദ്യം ചോദിക്കും. അവളുടെ ചിന്തയാണ് പറ, ഇന്ത്യ വാസ് ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ഒരുപാട് ടൈഗർ, കടുവകളെ, അതുപോലെ തന്നെ സ്നേക്സുകളെ, അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളുള്ള ഒരു വൃത്തികെട്ട രാജ്യമാണ് ഇത് ഇന്ത്യ എന്നാണ് ആരുടെ വിചാരം, മാഗിന്റെ വിചാരം. പക്ഷെ നമ്മൾ ഇന്ത്യ അങ്ങനെയാണോ? അല്ല. ഷി വാസ് അഫ്രേഡ് ഓഫ് ഇന്ത്യ. അവർക്ക് ഇന്ത്യക്കാരെ കുറിച്ച്, ഇന്ത്യനെ കുറിച്ച് പേടിയായിരുന്നു. കാരണം കേട്ടോളൂ കേട്ടോ. ഫ്രാങ്ക് വാസ് ഇൻ ഇന്ത്യ. ഫ്രാങ്ക്, ഹെർ ബ്രദർ ഫ്രാങ്ക് ഉണ്ട്, ഓക്കൊരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിന്റെ പേരാണിത് ഫ്രാങ്ക്. അവൻ ഇന്ത്യയിലാണ്. ഹി വാസ് എ സോൾജർ ഇൻ ദ മിലിറ്ററി സർവീസ്. അവൻ മിലിറ്ററി സർവീസിൽ സോൾജർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹി വാസ് എ സോൾജർ. ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫ്രം എ ലോങ് ടൈം, അല്ലേ. കുറെ കാലമായിട്ട് അവൻ്റെ അടുത്തൊരു അഡ്രസ്സും ഇല്ല. ഈ ബ്രദറിന്റെ അടുത്ത് ഒരു അഡ്രസ്സും ഇല്ല കുറെ കാലമായിട്ട്. അപ്പോൾ ഇന്ത്യക്കാരനെ കിട്ടിയാൽ അയാളോട് ചോദിച്ചു വെക്കാലോ എൻ്റെ ബ്രദറിനെ കുറിച്ചല്ലേ. മാഗി ആൻഡ് ഹെർ മദർ വെർ വറീഡ്. മാഗി ഓളെ അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ദേ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഹിം. അവർക്കറിയില്ല നമ്മുടെ ഈ ഫ്രാങ്കിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. സോ മാഗി വാസ് സെർച്ചിങ് ഫോർ ആൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ഹെർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള തൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ക്ലാരിഫൈ ഹെർ ഡൗട്ട്സ്, അല്ലേ. ഷി വാണ്ട്സ് ടു മീറ്റ് ആൻ ഇന്ത്യൻ. അവൾക്കൊരു ഇന്ത്യക്കാരനെ കാണുന്നുണ്ടായിരുന്നു. അവൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാണ്ടഡ് ടു നോ ഇഫ് ഗുപ്ത വാസ് എൻ ഇന്ത്യൻ. അവൾക്ക് അറിയാൻ ആഗ്രഹിച്ചു ഗുപ്ത ഒരു ഇന്ത്യക്കാരനാണോ അല്ലേ എന്നുള്ളത്. ഗുപ്ത വൺസ് വെന്റ് ടു മാഗീസ് ഹൗസ്. അങ്ങനെ എന്ത് ചെയ്തു, അവർ ഒരുപാടായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം ഗുപ്ത വൺസ് വെന്റ് ടു മാഗീസ് ഹൗസ്. ഗുപ്ത ഒരിക്കൽ മാഗിന്റെ വീട്ടിൽ പോയി ടു മീറ്റ് ഹെർ മദർ. അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. ആരെ കാണാനാടാ? അമ്മയെ കാണാൻ. ഹെർ മദർ വാസ് ആങ്ഷ്യസ് ടു നോ അബൌട്ട് ഇന്ത്യ. അവൾ അമ്മക്കാണെങ്കിൽ ആങ്ഷ്യസ് ആയിരുന്നു ഇന്ത്യനെ കുറിച്ച് അറിയാന്. ബിക്കോസ് ഷി ഹാഡ് ഹേർഡ് ദാറ്റ് ഇന്ത്യ വാസ് ഡേഞ്ചറസ് പ്ലേസ് ടു ലീവ് ഇൻ. ഇന്ത്യ താമസിക്കാൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് ആരും കേട്ടിട്ടുള്ളത്, അമ്മ പോലും കേട്ടിട്ടുള്ളത് കേട്ടോ. ഫ്രാങ്ക് ഹാഡ് സെൻഡ് എ ക്രിസ്റ്റൽ റിംഗ് ഫ്രം ഇന്ത്യ, അല്ലേ. ഈ ഫ്രാങ്ക് പറഞ്ഞ ചെങ്ങായില്ലേ, ഈ അമ്മന്റെ മകൻ ഉണ്ടാവില്ല ഫ്രാങ്ക്, മാഗിന്റെ ബ്രദറിലെ ഫ്രാങ്ക്. ഈ മാഗിന്റെ ബ്രദർ ഫ്രാങ്ക് ആയിട്ടുള്ള ഓൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രിസ്റ്റൽ റിംഗ് എവിടുന്ന് കൊടുത്തയച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ദേ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് എ മാജിക്കൽ റിംഗ്. ഓർ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇതൊരു മാജിക്കൽ റിംഗ് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഹി ഹാഡ് റിട്ടൺ ദാറ്റ് റിംഗ് ദാറ്റ് വാസ് ഗിവൺ ടു മീ യോഗി. അവൻ ആ ഈ റിംഗ് കൊടുത്ത സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അമ്മേ എനിക്കിതൊരു യോഗി തന്നതാണ്. ആര്? യോഗി. ഹൂ ഇസ് യോഗി? നമ്മൾ പറയില്ലേ ഒരു മന്ത്രവാദി തന്നതാണ്, അല്ലേ. നമ്മൾ സന്യാസി തന്നാന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ സന്യാസിമാരെന്ത് കഴിക്കും?
വെജിറ്റേറിയൻ കഴിക്കും, ഒരു നോൺ വെജ് കഴിക്കോ? ഇല്ല. അപ്പൊ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്ന ഗുപ്ത എന്തായിരിക്കും? ഒരു സന്യാസി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടുള്ളൂ കേട്ടോ. ദ യോഗി ഹാഡ് ടോൾഡ് ദാറ്റ്, യോഗി അവരോട് പറഞ്ഞിട്ടുണ്ട്, ദ റിംഗ് വാസ് എ മാജിക് വൺ. റിംഗ് എന്താണ് പറ? ഒരു മാജിക്കൽ റിംഗ് ആണ്. ഇഫ് സംബഡി ലുക്ക്ഡ് ഇൻടു ദ റിംഗ് തിങ്കിങ് ഓഫ് എ പേഴ്സൺ, ആരെങ്കിലും എന്താണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ റിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ, ഹു ഈസ് ഈവൻ ഫാർ അവേ ഹി കുഡ് സീ, ഓൻ എത്ര ദൂരത്താണെങ്കിൽ ഇത് നോക്കണൊക്കെ കാണാൻ പറ്റും. A person, he could see the person and what he was doing. എന്നിട്ട് അയാൾ എന്താ ചെയ്യേണ്ടത്? ഈ റിംഗിൽ നോക്കിയാൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും എന്നുള്ളതാണ് ആര് വിചാരിച്ചു നിൽക്കേണ്ടത്? നമ്മുടെ അമ്മ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. മാഗി ആൻഡ് ഹെർ മദർ വാണ്ടഡ് ഹിം ടു ലുക്ക് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ്. മാഗി അമ്മയും പറഞ്ഞു, മോനെ ഗുപ്തെ ഈ ഐക്ക് നോക്കിക്കാണി നിങ്ങൾക്ക് എന്റെ മോന് ഫ്രാങ്ക് എന്താ ചെയ്യേണ്ടത് കാണാലോ എന്നുള്ള ലെവലിൽ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. സി എന്നിട്ടോ എന്തിനാണ് ഇൻ ടു ക്രിസ്റ്റൽ റിംഗ് ആൻഡ് സേ ഹൗ ഫ്രാങ്ക് വാസ്, എങ്ങനെയുണ്ട് ഫ്രാങ്ക്, ഇപ്പൊ എന്താ ഫ്രാങ്ക് ചെയ്യുന്നത് അതറിയാൻ വേണ്ടിയിട്ട്. ഗുപ്ത told them, ഗുപ്ത പറഞ്ഞു, he did not possess such a power. അല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു പവറും ഇല്ലട്ടാ. ഐ എം നോട്ട് എ സൂപ്പർമാൻ, ഐ ഡോണ്ട് ഹാവ് such power. എനിക്ക് അങ്ങനത്തെ ഒരു പവർ ഒന്നുമില്ല. One day ഗുപ്ത received a news that Maggie's mother was not well. അങ്ങനെ പറഞ്ഞിക്കാണ്ട് ഇവൻ അവൾ പോലെ ടെൻഷൻ അടിപ്പിച്ച് പോയി. പിന്നെ ഓരോ ദിവസം കേട്ടു എന്തെന്നറിയോ? ഗുപ്തക്ക് മനസ്സിലായി, ന്യൂസ് കിട്ടി, എന്താണ് മാഗിന്റെ മദർ ആകെ പിടുത്തം വിട്ട് കിടപ്പിലായി എന്നുള്ളത് അല്ലേ. മാഗീസ് മദർ വാസ് നോട്ട് വെൽ. ഹി വെന്റ് ടു ദെയർ ഹൗസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് എന്ത് ചെയ്തു അറിയോ? ഗുപ്ത ആരെ വീട്ടിലേക്ക് പോയി? നമ്മളെ മാഗിന്റെ വീട്ടിലേക്ക് പോയി. മാഗി വാണ്ടഡ് ഹിം ടു ഗേസ് ഇൻടു ദ ക്രിസ്റ്റൽ. മാഗി പറഞ്ഞു, ഗുപ്തേ നിങ്ങൾ ആ ക്രിസ്റ്റലിലേക്ക് ഒന്ന് തുറച്ചു നോക്കിട്ടോ. ഗേസ് എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കുക കേട്ടോ. ആൻഡ് സേ വെദർ ഫ്രാങ്ക് വാസ് സേഫ് അല്ലേ. എന്നിട്ട് നിങ്ങൾ പറയണം ഫ്രാങ്ക് എന്താണ് പറ, സേഫ് ആണോ അല്ലേ നിങ്ങൾ പറയണം എന്ന്. സി ഗുപ്ത ടു ലുക്ക് ഇൻ ടു ടുക്ക് ദ റിംഗ്. ഗുപ്ത എന്ത് ചെയ്തു? ആ റിംഗ് എടുത്തു. ആൻഡ് ടോൾഡ് ഇല്ല എന്നിട്ടോ പച്ച നുണ പറഞ്ഞു. എന്താ കള്ളം പറഞ്ഞെന്നറിയോ? ഫ്രാങ്ക് വാസ് സേഫ്. ഫ്രാങ്ക് എന്ത് ചെയ്യുന്നു പറ? സേഫ് ആയിരുന്നു. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഫ്രാങ്ക് സേഫ് അല്ലേ, നിങ്ങൾ എന്തിനു പേടിക്കണം? പച്ച നോണയാണ്, പച്ച കള്ള പറഞ്ഞു കേട്ടോ. മാഗീസ് മദർ വാസ് ഹാപ്പി. മാഗി നമുക്ക് വളരെ ഹാപ്പി ആയി. ആൻഡ് സൂൺ ബിക്കേം വെൽ. പെട്ടെന്ന് ഇങ്ങനെ കിടക്കണോട് നമ്മൾ ടീം എന്ന് പറഞ്ഞിച്ചു. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ? ഐ എം സോ ഹാപ്പി. ആ ലെവലിൽ കേട്ടോ. ലേറ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ്. പിന്നെ ഗുപ്ത ആകെ ഷോക്കായി ടു ലേൺ ദാറ്റ് അല്ലെ. അറിഞ്ഞപ്പോ എന്ത്? ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. ഫ്രാങ്ക് ഓൾറെഡി യുദ്ധത്തിൽ മരിച്ചിരിക്കണം എന്നുള്ളത് പിന്നെ ഗുപ്ത അന്വേഷിച്ച പറഞ്ഞു. സത്യത്തിൽ ഗുപ്ത ജീവിച്ചിരിപ്പില്ല, ഫ്രാങ്ക് ജീവിച്ചിരിപ്പില്ല. ഗുപ്ത പിന്നെയാണ് അറിയുന്നത് ഫ്രാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യുദ്ധത്തിൽ മരിച്ചിരിക്കണം എന്നുള്ളത് കേട്ടോ. ഭയങ്കര സങ്കടമായി. ഗുപ്ത ഫെൽറ്റ് വെരി സാഡ്. ഗുപ്തക്ക് ആകെ സങ്കടമായി. ദെൻ ഇൻ ദ മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ ഓഫീസ് ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ, ലണ്ടനിൽ പോകുന്ന ലാസ്റ്റ് ഡേയില് മാഗി കെയിം ടു സീ ഹിം. മാഗി അവനെ കാണാൻ വന്നു. അറ്റ് ദാറ്റ് ടൈം ഹി വാസ് പാക്കിംഗ് അപ്പ് തിങ്സ്. ആ സമയത്ത് അവൻ എല്ലാ സാധനവും ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. She gave him her shilling to buy flowers. അല്ലേ, അവൾ എന്ത് ചെയ്തു അറിയോ? കുറച്ച് പൈസ കൊടുത്തു, ഒരു ഷില്ലിങ് കൊടുത്തു. എന്തിനാ അറിയോ? To buy flowers. എന്താണ് പറ? പൂക്കൾ വാങ്ങാൻ. ആൻഡ് പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലുള്ള തൻ്റെ ബ്രദറിന്റെ ഗ്രേവിൽ എന്ത് ചെയ്യാന്? ഈ പൂക്കൾ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഗുപ്ത വാങ്ങാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ പറ, ഗുപ്ത അത് വാങ്ങിയോ? ഗുപ്ത അത് വാങ്ങി. കാര്യം എന്താണ്? ദാറ്റ് മണി ഈസ് നോട്ട് ജസ്റ്റ് മണി, ഇറ്റ്സ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ആ പൈസ എന്ന് പറയുന്നത് പൂവിന് കൊടുക്കുന്ന ആ പൈസ അല്ലേ, ദാറ്റ് വാസ് ജസ്റ്റ് എ മണി. ഇറ്റ്സ് എ ലവ്. ഇതൊരു സ്നേഹമാണ് ടുവാർഡ്സ് ഹെർ ബ്രദർ അല്ലേ. മാഗിന്റെ ലവ് ടുവാർഡ്സ് her brother അല്ലേ. so the price of flowers means അല്ലേ, the love അല്ലേ, it's a love, it is love അല്ലെങ്കിൽ Maggie's love towards her brother. ആരാണ് ബ്രദറിന്റെ പേരെന്താണ് പറ? ഫ്രാങ്ക് ആണ്. ബ്രദർ ഫ്രാങ്ക് ആട്ടോ, ഫ്രാങ്ക്. അപ്പൊ അതാണെന്ത് ഈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രാങ്ക് എഫ് ക്യാപിറ്റൽ ആവണം, ഒരാളുടെ പേരാകുമ്പോൾ ക്യാപിറ്റൽ ആവണേ. അപ്പോൾ ഇതെന്താണ്? ഗുപ്ത എന്തിനാ അത് മേടിച്ചത്? സത്യത്തില് ഇത് ഇവളുടെ സ്നേഹമാണ്, മാഗിന്റെ ലവാണ്. ആരോടുള്ള? തന്റെ ബ്രദറിനോടുള്ള. അപ്പൊ വാങ്ങാണ്ടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, അപ്പൊ ചാപ്റ്റർ മാറിയോ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആ മാഷെ ചോദിക്കല്? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും സാർ? അപ്പൊ ഇതിന് ചോദിക്കല്, പൊതുവെ ഇതിന് ചോദിക്കൽ എന്താണെന്ന് അറിയോ? റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന സാധനം ചോദിക്കലുണ്ട്. പിന്നെ ചിലപ്പോൾ ചോദിക്കും മാഗിന്റെ ക്യാരക്ടർ ചോദിക്കും. അവളൊരു പാവപ്പെട്ട ഫാമിലിയിലുള്ളതാണ്. നമുക്ക് ക്യാരക്ടർ സ്കെച്ചൊക്കെ സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ. ഡോണ്ട് ബി പാനിക്. നമ്മൾ ഇയറിന്റെ അടുത്ത ഈ എക്സാമിന്റെ സമയമാകുമ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്യും. നമ്മൾ ആപ്പിൽ കറക്റ്റ് എല്ലാ സാധനവും വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല മക്കളെ,
പിന്നെ ഇതിൽ നിന്ന് ചിലപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് ചോദിക്കും. മാത്രമല്ല ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമെയിൽ ഉണ്ടാവില്ല. ഇമെയിൽ എങ്ങനെയാ അറിയോ, ഒരിക്കൽ ചോദിച്ചിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഗുപ്ത എന്ന് പറയുന്ന ആളില്ലേ, ആളാരെ കണ്ടു, മാഗീനെ കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യാണ്, ഗുപ്തന്റെ സിസ്റ്റർക്ക്, നാട്ടിലുള്ള സിസ്റ്റർക്ക് എന്ത് ചെയ്യാണ്, ഒരു മെയിൽ അയക്കുകയാണ്. എടാ ഇവിടെ എനിക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് ആരാണ്, മാഗിയാണ്, അവൾ ഇന്ന ഫാമിലിയിലാണ്, അവളുടെ ബ്രദർ പഞ്ചാബിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു മെയിൽ അയക്കണം. എന്നെ പോലെയാണ്, വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു മെയിൽ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിലൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മെയിലൊക്കെ നിങ്ങൾ പഠിക്കുക, റൈറ്റ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 3rd ചാപ്റ്റർ. ഒരുപാട് ഓവർ വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല. ഈ 3rd ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് സമ്മറി കഴിഞ്ഞല്ലോ, ഈസി ആയിട്ട് പഠിച്ചോളൂ. ഡെത്ത് ദ ലെവലർ. ഡെത്ത് എല്ലാവരും ലെവലാക്കും. ഞാൻ വലിയ തറവാട്ടിലെ കൊമ്പത്തെ സാഹിബിന്റെ മോനാണ്, കാര്യമില്ല, ഔട്ടായ കഴിഞ്ഞ് തീർന്ന്. എല്ലാവരും ഡെത്ത് ചെയ്യും, ലെവലാക്കും. അതാണ് ഡെത്ത് ദ ലെവലർ. ജെയിംസ് ഷേർലി. ജെയിംസ് ഷേർലി എഴുതിയ ആളെ പേര് പറ. ജെയിംസ് ഷേർലി എഴുതിയ ആളെ പേര് കേട്ടോ, ജെയിംസ് ഷേർലി. ഇതിന്റെ മുന്നേ എഴുതിയ ചാപ്റ്ററിന്റെ പേര് ഏതാണ് പറ, മുഖപത്തീസ് അല്ലേ അല്ലേ, ഏതാണ് പറ, മുഖപദ്യായി. ഏതാണ് പറ, എന്ത് മുഖപദ്യായി ആയിരുന്നു, PK മുഖപദ്യായി അല്ലേ, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. മറ്റേത് പിന്നെ നമ്മളെ സ്പീച്ചിന്റെ മറ്റേ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പോർഷൻ എടുത്തല്ലായിരുന്നോ. ഡെത്ത് ദ ലെവലർ യൂണിറ്റ് 2 ഇതോട് കൂടിയിട്ട് ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. ഈസി ആയിട്ട് പഠിച്ചോ. ഇതിന്നൊരു ചോദ്യം ഉറപ്പാണ്. കാര്യം ക്വാർട്ടർലി എക്സാമൊക്കെ സ്പെഷ്യലി ഇതിന് ചോദ്യം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോയിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരണം എല്ലാവരും സമാക്കുന്നു. എങ്ങനെയൊക്കെ, ആരൊക്കെ സമാക്കും? ദിസ് പോയം റിമൈൻഡ്സ് us that death is the force. ഡെത്ത് ഒരു ഫോഴ്സ് ആണ്. മരണം ഇതിൽ പറയുന്ന, ഈ കവിത പറയുന്ന കേട്ടോ, ഡെത്ത് ഒരു ശക്തിയാണ്, ഫോഴ്സ് ആണ്. ദാറ്റ് ഹോൺസ്, അത് വേട്ടയാടും ഓൾ ഹ്യൂമൻ ബീങ്സ്, എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുന്ന അറിയോ, ഹ്യൂമൻ ബീങ്സ് ഓർ നോൺ ഹ്യൂമൻ ബീങ്സ് കേട്ടോ. മനുഷ്യനല്ലാത്തിനൊക്കെ എന്തെയും മരണം കൊണ്ടുതന്നെ ചെയ്യും. ഡെത്ത് ലെവൽസ് ഓൾ ദ പീപ്പിൾ, എല്ലാ മനുഷ്യന്മാരും ഡെത്ത് എന്ത് ചെയ്യും, ലെവൽ ചെയ്യും. ബോത്ത് റിച്ച് ആൻഡ് പുവർ, പൈസക്കാരനെയും പാവപ്പെട്ടവനെയും, ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്, വലിയ ജാതിയും ഉയർന്ന ജാതിയും ഒന്നും മരണത്തിന് മുന്നിൽ ഒരു സംഭവമല്ല. കിങ് ആൻഡ് ഓർഡിനറി പീപ്പിൾ, രാജാവാണെങ്കിലും ശരി, സാധാരണക്കാരനാണെങ്കിലും ശരി, വിന്നർ ആൻഡ് ലൂസർ, വിജയിച്ചവനാണെങ്കിലും ശരി, പരാജയപ്പെട്ടവനാണെങ്കിലും ശരി, സ്കോളർ ആൻഡ് ഇല്ലിറ്ററേറ്റ്, എന്താണ് പിന്നെ നിരക്ഷരനാണെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും, അതാണ് സ്കോളർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, ഇല്ലിറ്ററേറ്റ് പറഞ്ഞാൽ പാമരൻ അല്ലെ, പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഒക്കെ മരണത്തിന് മുന്നിൽ എന്താണ്, സെയിം ആണ് കേട്ടോ. കുറച്ച് ആൾക്കാരെ പഠിച്ചേക്കുക. കിങ് ആൻഡ് ഓർഡിനറി പീപ്പിൾ, വിന്നർ ആൻഡ് ലൂസർ. അപ്പൊ അതിൽ സ്കൈഡ ആൻഡ് സ്പൈഡ എന്നൊക്കെ പറയുന്ന ഓരോ സാധനങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ചാപ്റ്ററിൽ. എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, കിങ് കേട്ടോ, കിങ് രാജാവാണെങ്കിലും ശരി, അതുപോലെ അതിൽ സ്കൈഡ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ. പിന്നെ ഓർഡിനറി പീപ്പിൾ, ഫാർമേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സാധാരണക്കാരനാണെങ്കിലും ശരി, മൺവെട്ടി കൊണ്ട് ജോലി എടുക്കുന്ന ആളെങ്കിലും ശരി, ചെങ്കോല് പിടിക്കുന്ന ആളാണെങ്കിലും ശരി, ഒക്കെ മരണത്തിന് മുന്നിൽ എന്താണ് പറ, സെയിം ആണ്. പോയം ടീച്ചേഴ്സ് ഇസ് എ ഗുഡ് ലെസൺ, നല്ലൊരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. ആൻഡ് ഓൾ ദ പീപ്പിൾ വിൽ ഡൈ വൺ ഡേ, എല്ലാവരും ഒരു ദിവസം മരിക്കും കേട്ടോ. all are equal to death, എല്ലാവരും മരണത്തിന് മുന്നിൽ എന്താണ്, ഈക്വൽ ആണ്. വിച്ച് മീൻസ് ഡെത്ത് ഈസ് എ ലെവലർ. അതുകൊണ്ട് തന്നെ മരണം എന്താണ് പറ, ഒരു ലെവലർ ആണ്. എല്ലാവരും ലെവലാക്കും കേട്ടോ. The poem says that our earthly goal is, കേട്ടോ, ഈ പോയത്തിൽ പറയുന്നുണ്ട് എന്താ വെച്ചാല്, നമ്മളുടെ earthly glory such as greatness of our family and our position. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ മഹത്വങ്ങൾ? ഞാൻ എന്താണ്, ഗ്രേറ്റ് ഫാമിലിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ അല്ലെ, അതൊക്കെ എന്താണ് ലൈക്ക് ഷാഡോസ്. അത് വെറും നേലാണ്. കുറച്ചു കാലം എപ്പോഴും കൂടെ ഉണ്ടാവുമോ? ഇല്ല. ആർ ലൈക്ക് ഷാഡോസ്, ഒക്കെ നേല് പോലെയാണ്. ദേ ആർ നോട്ട് എക്സിസ്റ്റിംഗ് തിങ്സ്. ഒരിക്കലും നിങ്ങളുടെ കൂടെ നിലനിൽക്കൂല. ദേ വിൽ ഡിസപ്പിയർ എനി ടൈം. ഏത് സമയത്തും അത് ഇല്ലാണ്ടായേക്കാം. ഇന്ന കുടുംബത്തിൽ പെടാണ്, കുടുംബം ഇല്ലാണ്ടാകാൻ ഒരു നിമിഷം മതി. ഞാൻ ഇന്ന പൊസിഷനിലാണ്, ഇല്ലാണ്ടാവാൻ ഒരു സെക്കൻഡ് മതി. ഡെത്ത് ബിക്കംസ് ഓൾ, എല്ലായിടത്തും മരണം വരും. നോ വൺ ക്യാൻ സ്റ്റോപ്പ്, ഒരാൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റൂല. എവ്രി വൺ ഹാസ് ടു സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. മരണത്തിന്റെ മുന്നിൽ നിങ്ങൾ കീഴടങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. എല്ലാവരോടും കേട്ടോ, ഞാൻ അടക്കി. ഫസ്റ്റ് ഐ സേ ടു മീ, ഓൾ ആർ ഈക്വൽ ടു ഡെത്ത്. മരണത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ദ പീപ്പിൾ ഹു ആർ ഇൻ ഹൈ പൊസിഷൻ, ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ സ്റ്റാൻസായിൽ പറയുന്നുണ്ട്, ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആള് വിൽ ബി ഡെവൽഡ് വിത്ത് പൂവർ ബൈ ഡെത്ത് അല്ലേ. ഒരു വലിയ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആള് പാവപ്പെട്ടവന്റെ ലെവലിൽ എത്തും. എങ്ങനാ? എപ്പോ? വിത്ത് ദ പൂവർ ബൈ ഡെത്ത്. മരണത്തോട് കൂടി എന്ത് ചെയ്തു? പൈസക്കാരന് വരെ എന്ത് ചെയ്തു? പാവപ്പെട്ടവന്റെ പോലായി കഴിഞ്ഞു. ഇൻ ദിസ് പോയം ദ പോയറ്റ് ടെൽസ് us, ഈ കവിതയിൽ നമ്മൾ പറയുന്നു, സം പവർഫുൾ മെൻ മേ അറ്റാക്ക് പീപ്പിൾ.
ശക്തരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ജനങ്ങൾ ആക്രമിക്കും. ആൻഡ് ക്യാപ്ചർ ദെയർ ലാൻഡ്സ്, അവരുടെ ഭൂമിയൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ചെടുക്കും. പക്ഷേ സൂണർ ഓർ ലേറ്റർ, ഒട്ടും നേരം വെക്കാതെ തന്നെ ഓൾ പവർ വിൽ ലൂസ്, എല്ലാ പവറും ഇല്ലാണ്ടാവും. ആൻഡ് ദേ വിൽ റീച്ച് ടു ദ ഗ്രേവ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം ഓലും എടുക്കുന്ന എത്തല് എവിടേക്ക് എത്തും പറ? ഗ്രേവ്. വാട്ട് യു മീൻ ബൈ ഗ്രേവ്? ഖബർ, കുഴിമാടം എന്നൊക്കെ പറയില്ലേ, കുഴിമാടത്തിലേക്ക്, ഖബറിലേക്ക് എല്ലാവരും എത്തും. നമ്മൾ എല്ലാവരുടെയും സ്ഥലവും ഒക്കെ വെട്ടിപ്പിടിച്ചാണ്. ഞാൻ വലിയ സംഭവമാണ്, കാര്യമില്ലടാ, ഈ ഒക്കെ ഖബറിലേക്ക് എത്തിട്ട് ഓരോ ദിവസം ഈ മരിക്കുക തന്നെ ചെയ്യും. ദെൻ എന്ത് മാത്രമേ ബാക്കിയാവുള്ളൂ? ഓൺലി ദ ഗുഡ് ആക്ഷൻസ് ഓഫ് ഗുഡ് പീപ്പിൾ, നല്ല ആളുകളുടെ നല്ല പ്രവർത്തനങ്ങൾ വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ, എന്നും ഓർക്കുന്നത് നല്ല പ്രവർത്തികൾ മാത്രമേ ഉള്ളൂ. ആസ് എ ടീച്ചർ ഐ ഡു സേ, ഞാൻ പറയുന്നു, നമ്മളിനി എത്ര നിങ്ങൾ എങ്ങനെ ആക്കിയാലും നമ്മൾ ചെയ്ത് നല്ലത് മാത്രമേ ഓർക്കുള്ളൂ, അല്ലേ? അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചീത്ത ചെയ്തെങ്കിലോ ഒക്കെ മരണത്തോടൊക്കെ പോകും. പക്ഷെ നമ്മൾ നല്ല ചെയ്ത് എന്തെങ്കിലും ഇങ്ങനെ ഓർക്കപ്പെടും. ദ വീക്ക് ആൻഡ് സ്ട്രോങ്, അല്ലേ? വീക്ക്, ഒന്നിനും കഴിയാത്തവനും ശക്തനും, ദ റിച്ച് ആൻഡ് ദ പുവർ, പൈസക്കാരനും പാവപ്പെട്ടവനും, മസ്റ്റ് സറണ്ടർ ടു ഡെത്ത്, തീർച്ചയായിട്ടും മരണത്തിന് കീഴടങ്ങുക തന്നെ ചെയ്യണോ. എവറി എർത്തലി അച്ചീവ്മെന്റ്സ് ഈസ് ഷോർട്ട് ലീവ്ഡ്. ഭൂമിയിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാം എന്താണ് അറിയോ? ഷോർട്ട് ലീവ്ഡ്, കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. ദർ ആർ ലൈക്ക് ഷാഡോസ്, അത് നിഴല് പോലെയാണ്. പീപ്പിൾ വിൽ റിമെമ്പർ ഓൺലി അവർ ഗുഡ് ഡീഡ്സ്, നമ്മളെ നല്ല പ്രവൃത്തി മാത്രമേ ജനങ്ങൾ ഓർക്കുള്ളൂ. ആൻഡ് ജസ്റ്റ് ആക്ഷൻസ്, നമ്മുടെ നല്ല പ്രവർത്തനങ്ങളും നമ്മുടെ നല്ല പെരുമാറ്റമൊക്കെ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ആലോചിക്കുള്ളൂ, ഓർക്കുള്ളൂ. മനുഷ്യന്മാരൊക്കെ മരിക്കും എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ സമ്മറി. നിങ്ങൾ പഠിച്ചു ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞിടാം മക്കളെ. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഓർത്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ ദിസ് 3 ചാപ്റ്റേഴ്സ് വിൽ ബി വെരി ഓക്കെ. സോ ഷാൽ ഐ വൈൻഡ് അപ്പ് മൈ ക്ലാസ്? ഹോപ്പ്ഫുള്ളി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ചാപ്റ്റർ സമ്മറി ഇതോടുകൂടി പക്കാക്കി ഞാൻ വിചാരിക്കട്ടെ. സാർ ഇതിന് എന്ത് ചോദ്യം ഉണ്ടാവല്ലേ? കേട്ടോളൂ കേട്ടോ. 10ാം ക്ലാസ് നിങ്ങൾ പഠിച്ചൊരു കവിതയ്ക്ക് അപ്രീസിയേഷൻ എഴുതാനുണ്ടായിരുന്നു അല്ലേ? എന്നാലോ +1 ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. +1 ഈ ഒരു കവിത ഉണ്ടാവില്ലേ, വേറൊരു കവിതനായിട്ട് എന്ത് ചെയ്യാനുണ്ടാവില്ലേ, ഈ ഒരു കവിത ഉണ്ടാവില്ലേ? യെസ്, ഈ കവിതയിൽ നമ്മൾ +1 ഉണ്ടാവില്ല. ശ്രദ്ധിച്ച് കേട്ടോ. ഐ എം റിയലി സോറി. +2 ആട്ടോ ഈ കവിത വേറൊരു കവിതനായിട്ട് കമ്പയർ ചെയ്യാൻ. എന്നാൽ +1 എന്താ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ, നമുക്ക് കാണാത്തൊരു പോയതിനെ എന്ത് ചെയ്യാൻ, അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടാവില്ലേ. ഇതിൽ നിന്ന് എങ്ങനെ സാറെ ചോദിക്കും, ഡെത്ത് ലെവലിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റാൻസ് തരും. ആ സ്റ്റാൻസ് നമ്മൾ എന്ത് ചെയ്യണം, എലാബറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട്? എൻഡിലെ പോർഷൻ തന്നാൽ അതിൽ പറയുന്നതാണ് എന്ത്, നല്ല ആളുകളുടെ നല്ല പ്രവർത്തനം മാത്രം എന്ത് ചെയ്യുള്ളൂ, ജനങ്ങൾ ഓർക്കുള്ളൂ, അല്ലേ? അതിൽ ഒന്നാമത്തേൽ പറയുന്നുണ്ട് എന്താണ്, ഡെത്ത് ഒരു പവർഫുൾ ഫോഴ്സ് ആണ്, എല്ലാവരും എന്ത് ചെയ്യും, ഒരു വേട്ടയാടുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കവിതയിൽ നിന്ന് പോയം അപ്രീസിയേഷൻ ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത് ഈ പോയത്തിനല്ല, വേറെ അൺസീൻ പോയത്തിനാണ് അപ്രീസിയേഷൻ ചോദിക്കൽ. ഇതിൽ നിന്ന് ഓരോ ലൈന് തന്നിട്ട് അതിനെ എലാബറേറ്റ് ചെയ്യാനും ചോദിക്കും. പിന്നെ ഇത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും എന്നറിയോ, പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാവും കേട്ടോ. മക്കൾ നന്നായിട്ട് സെറ്റായി പോവുക. അത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുള്ള കോണ്ടന്റ്സ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഗെറ്റ് റെഡി ആൻഡ് ഷെയർ ടു യുവർ മാക്സിമം ടു യുവർ ഫ്രണ്ട്സ്. ആൻഡ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായിട്ടുള്ള കമൻസ് ഒക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ തരിക. താങ്ക് യു വെരി മച്ച്. ലവ് യു ഓൾ. ബൈ. ദിസ് ഇസ് മീ യുവർ ഷാഫി സർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ.